യുഡിഎഫിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ മുന്നണിക്കുള്ളിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഘടകകക്ഷികൾ കടുത്ത നിലപാടുകളുമായി രംഗത്ത്. പാലാ നിയുക്ത എംഎൽഎ മാണി സി കാപ്പനും അനൂപ് ജേക്കബും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന കർശന നിലപാടിലാണ്. ടേം വ്യവസ്ഥ അംഗീകരിക്കില്ലെന്ന് മാണി സി കാപ്പനും അനൂപ് ജേക്കബും വ്യക്തമാക്കിയപ്പോൾ 2 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസഫ് വിഭാഗം. യുഡിഎഫ് വിഭാഗത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഘടകകക്ഷികളുടെ ഈ പുതിയ നീക്കങ്ങൾ. മന്ത്രിസ്ഥാനത്തിന്റെ ടീം വ്യവസ്ഥയിൽ നിലപാട് കടുപ്പിച്ചാണ് മാണി സി കാപ്പൻ രംഗത്തെത്തിയിരിക്കുന്നത്. 5 വർഷം തികച്ചും തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസ് നേതാക്കൾ പാലയിൽ നൽകിയ പരസ്യമായ ഉറപ്പുകൾ പാലിക്കപ്പെടണമെന്നാണ് കാപ്പന്റെ വാദം. മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നത് രാഷ്ട്രീയമായി ശരിയല്ലെന്ന നിലപാടിലാണ് അദ്ദേഹം. തിരഞ്ഞെടുപ്പ് കാലത്ത് വി.ഡി. സതീശൻ പാലായിലെത്തി പ്രസംഗിച്ച കാര്യങ്ങൾ മാണി സി കാപ്പൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓർമ്മിപ്പിച്ചു. പാലയിലേക്ക് പോകുന്ന കാറിലായിരിക്കില്ല കാപ്പൻ തിരികെ വരിക, മറിച്ച് മന്ത്രി എന്ന നിലയിൽ കൊടിവെച്ച കാറിലായിരിക്കും അദ്ദേഹം മടങ്ങുക എന്നതായിരുന്നു സതീശന്റെ പ്രസംഗം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സമാനമായ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിച്ചതെന്നും നേതാക്കൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇപ്പോൾ തയ്യാറാകണമെന്നും കാപ്പൻ ആവശ്യപ്പെട്ടു. ടീം യുഡിഎഫ് എന്ന വിശേഷണത്തെ ചൂണ്ടിക്കാണിച്ചാണ് മാണി സി കാപ്പൻ തന്റെ അവകാശവാദം ശക്തമാക്കുന്നത്. നമ്മളെപ്പോഴും ടീം യുഡിഎഫ് എന്നല്ലേ പറയാറുള്ളത്, താനും ആ ടീമിന്റെ ഒരു പ്രധാന ഭാഗമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. വിജയത്തിൽ തുല്യ പങ്കാളിയായ തനിക്ക് അർഹമായ പരിഗണന നൽകണം, പകുതി കാലാവധി മാത്രം മന്ത്രിസ്ഥാനം നൽകി മാറ്റി നിർത്തുന്ന രാഷ്ട്രീയമായ നീതിയല്ലെന്നും 5 വർഷത്തെ പൂർണ്ണ കാലാവധി തന്നെ ലഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാണി സി കാപ്പന് പുറമെ അനൂപ് ജേക്കബും ടേം വ്യവസ്ഥയിൽ ഉടക്കി നിൽക്കുകയാണ്. മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്ന ഫോർമുലയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഈ വാഗ്ദാനം പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ഇരു നേതാക്കളും സ്വീകരിച്ചിരിക്കുന്നത്. ടേം വ്യവസ്ഥ തങ്ങൾക്ക് ഒട്ടും സ്വീകാര്യമല്ലെന്ന് ഇരുവരും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളെയും സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചു കഴിഞ്ഞു. മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ CMPക്ക് 5 വർഷത്തെ ഫുൾ ടൈം മന്ത്രിസ്ഥാനം നൽകാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിലും കാപ്പനും അനൂപ് ജേക്കബും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. CMPക്ക് ഒരു നിയമസഭാ അംഗം മാത്രമാണുള്ളത്, തങ്ങൾക്കും ഓരോ MLA വീതമാണുള്ളത്. അങ്ങനെയെങ്കിൽ CMPക്ക് മാത്രം എന്തിനാണ് പ്രത്യേക പരിഗണന നൽകുന്നതെന്നാണ് ഇവരുടെ ചോദ്യം. ഒറ്റ MLA കക്ഷികളോട് വിവേചനം കാണിക്കുന്നത് ശരിയല്ലെന്ന് ഇവർ വാദിക്കുന്നു. ഒറ്റ MLA എല്ലാ ഘടകകക്ഷികൾക്കും മുന്നണിയിൽ തുല്യനീതി ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് മാണി സി കാപ്പനും അനൂപ് ജേക്കബും ഒരുപോലെ മുന്നോട്ട് വെക്കുന്നത്. ഒരു കക്ഷിക്ക് പൂർണ്ണ കാലാവധി നൽകുമ്പോൾ മറ്റുള്ളവർക്ക് ടേം നിശ്ചയിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. തുല്യമായ രാഷ്ട്രീയ പരിഗണനയും നീതിയും ഉറപ്പാക്കാത്ത മന്ത്രിസഭയുടെ ഭാഗമാകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇരുവരും യുഡിഎഫ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. മറുഭാഗത്ത് 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. തങ്ങൾ ഉന്നയിച്ചത് തികച്ചും ന്യായമായ ആവശ്യമാണെന്നും അതിൽ അനുകൂലമായ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും പാർട്ടി നേതാവ് മോൻസ് ജോസഫ് വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 7 MLA വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ച സാഹചര്യത്തിൽ തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനത്തിന് പൂർണ്ണ അർഹതയുണ്ടെന്നാണ് മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിലെ അനൌദ്യോഗിക ചർച്ചകൾ പ്രകാരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനവും അതിനു പുറമെ ചീഫ് വിപ്പ് പദവിയും നൽകാനാണ് യുഡിഎഫിൽ ധാരണയായിട്ടുള്ളത്. എന്നാൽ ഈ ഫോർമുലയിൽ ജോസഫ് ഗ്രൂപ്പ് പൂർണ്ണ തൃപ്തരല്ല. 2 മന്ത്രിസ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചാൽ മോൻസ് ജോസഫിന് പുറമെ അപ്പു ജോസഫ് അല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടൻ എന്നിവരിൽ ഒരാൾ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കും. മന്ത്രിസ്ഥാനങ്ങളുടെ എണ്ണത്തിൽ അന്തിമ തീരുമാനമായ ശേഷമേ ആര് മന്ത്രിയാകണമെന്നതിൽ വ്യക്തത വരൂ. ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം വഴങ്ങാതെ വരികയും ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്താൽ ചീഫ് വിപ്പ് പദവി ജോസഫ് വിഭാഗത്തിലെ മറ്റൊരാൾക്ക് നൽകും. അങ്ങനെയെങ്കിൽ അപ്പു ജോസഫ്, തോമസ് ഉണ്ണിയാടൻ എന്നിവരിൽ ഒരാളും ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് വരിക. ഇതിൽ അപ്പു ജോസഫിനാണ് നിലവിൽ ചീഫ് വിപ്പ് പദവിയിലേക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഘടകകക്ഷികളുടെ ഈ അവകാശവാദങ്ങളും തർക്കങ്ങളും പരിഹരിച്ച മന്ത്രിസഭാ രൂപീകരണം സുഗമമാക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്.